പ്ലസ് ടു കഴിഞ്ഞ് തുടർ പഠനത്തിനുള്ള പ്രധാന സ്കോളർഷിപ്പുകൾ. സ്കോളർഷിപ്പ് ആഫ്റ്റർ പ്ലസ് ടു 2026. പ്ലസ് ടു കഴിഞ്ഞ് ഇനി എന്ത് പഠിക്കണം, എങ്ങനെ പഠന ചെലവ് കണ്ടെത്തണം എന്ന ആശങ്കയിലാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണണം. കാരണം ഇന്ന് നമ്മൾ പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന പ്രധാന സ്കോളർഷിപ്പുകളെക്കുറിച്ചാണ്. ഡിഗ്രി, എഞ്ചിനീയറിംഗ്, പോളിടെക്നിക്, നഴ്സിംഗ്, സയൻസ് കോഴ്സസ് പഠിക്കുന്നവർക്ക് ലഭിക്കുന്ന സർക്കാർ സ്കോളർഷിപ്പുകൾ, എലിജിബിലിറ്റി, എങ്ങനെ അപ്ലൈ ചെയ്യാം, ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് എന്തെല്ലാം, എല്ലാം വളരെ ലളിതമായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. സ്കോളർഷിപ്പ് എന്താണ്? ആദ്യം സ്കോളർഷിപ്പ് എന്താണെന്ന് നോക്കാം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്കും സർക്കാർ അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങൾ നൽകുന്ന സാമ്പത്തിക സഹായമാണ് സ്കോളർഷിപ്പ്. ചില സ്കോളർഷിപ്പുകൾ മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും, ചിലത് ഇൻകം അടിസ്ഥാനത്തിലായിരിക്കും, ചിലത് കാസ്റ്റ് അല്ലെങ്കിൽ കാറ്റഗറി അടിസ്ഥാനത്തിലുമാണ് നൽകുന്നത്. സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ്. ആദ്യം സെൻട്രൽ സെക്ടർ സ്കീം സ്കോളർഷിപ്പ് അഥവാ CSS സ്കോളർഷിപ്പ് എന്തെന്ന് നോക്കാം. ഇത് കേന്ദ്ര സർക്കാർ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകളിൽ ഒന്നാണ്. പ്ലസ് ടുവിന് നല്ല മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാൻ സാമ്പത്തിക സഹായം ലഭിക്കും. എലിജിബിലിറ്റി എന്തൊക്കെയെന്ന് നോക്കാം. പ്ലസ് ടുവിൽ നല്ല മാർക്ക് ഉണ്ടായിരിക്കണം, റെഗുലർ കോഴ്സ് പഠിച്ചിരിക്കണം, കുടുംബ വാർഷിക വരുമാനം 4.5 ലക്ഷം രൂപയ്ക്ക് താഴെയായിരിക്കണം. ഈ സ്കോളർഷിപ്പ് ലഭിച്ചാൽ വർഷം തോറും നല്ലൊരു തുക വിദ്യാർത്ഥിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കും. NSP സ്കോളർഷിപ്പ്. അടുത്തത് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ അഥവാ NSP സ്കോളർഷിപ്പ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്കോളർഷിപ്പ് പോർട്ടലാണ്. SC, ST, OBC, മൈനോറിറ്റി, EWS വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് നിരവധി സ്കോളർഷിപ്പുകൾ ഇവിടെ ലഭ്യമാണ്. ഒരു വെബ്സൈറ്റ് വഴിയാണ് എല്ലാ സ്കോളർഷിപ്പ് അപേക്ഷകളും സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്നത്. NSP പോർട്ടൽ വഴി അപ്ലൈ ചെയ്യുമ്പോൾ ആധാർ നമ്പർ, ബാങ്ക് അക്കൗണ്ട്, ഇൻകം സർട്ടിഫിക്കറ്റ് എന്നിവ ആവശ്യമായി വരും. അടുത്തത് ഗ്രാൻസ് കേരള. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായ സ്കോളർഷിപ്പുകളിൽ ഒന്നാണ് ഗ്രാൻസ്. കേരള സർക്കാർ നൽകുന്ന ഈ സ്കോളർഷിപ്പ് SC, ST, OEC, OBC വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ്. ഫ്രീ റീഇംബേഴ്സ്മെൻറ്റ്, സ്റ്റൈപ്പൻഡ്, ഹോസ്റ്റൽ അലവൻസ് എന്നിവ ഈ സ്കോളർഷിപ്പ് വഴി ലഭിക്കും. ഡിഗ്രി, പോളിടെക്നിക്, ITI, പ്രൊഫഷണൽ കോഴ്സസ് എന്നിവ പഠിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്പെടും. AICTE പ്രഗതി സ്കോളർഷിപ്പ്. എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് AICTE പ്രഗതി സ്കോളർഷിപ്പ് വലിയ ഉപകാരപ്രദമായിരിക്കും. ഒരു കുടുംബത്തിൽ പരമാവധി 2 പെൺകുട്ടികൾക്കാണ് സാധാരണ എലിജിബിലിറ്റി ലഭിക്കുക. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് 50,000 രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കാം. AICTE സാക്ഷം സ്കോളർഷിപ്പ്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ആണ് AICTE സാക്ഷം സ്കോളർഷിപ്പ്. ടെക്നിക്കൽ എഡ്യൂക്കേഷന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ഇത്. ഇൻസ്പയർ സ്കോളർഷിപ്പ്. സയൻസ് സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പാണ് ഇൻസ്പയർ സ്കോളർഷിപ്പ്. പ്ലസ് ടു സയൻസ് സ്ട്രീം എടുത്ത് നല്ല മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് BSc അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് MSc പഠിക്കുമ്പോൾ സ്കോളർഷിപ്പ് ലഭിക്കും. സയൻസ് റിസർച്ച് മേഖലയിൽ കരിയർ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്ലൈ ചെയ്യാൻ വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ? സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കി വെക്കണം. ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, ഇൻകം സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, പ്ലസ് ടു മാർക്ക് ലിസ്റ്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അഡ്മിഷൻ പ്രൂഫ് അല്ലെങ്കിൽ ഫീ റെസിപ്റ്റ്. ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ സൈസ്, ഫോർമാറ്റ് എന്നിവ ശരിയായിരിക്കണം. ഇമ്പോർട്ടൻറ്റ് ടിപ്സ്. ഇനി ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മിസ് ചെയ്യരുത്. ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കണം. മൊബൈൽ നമ്പർ ആക്റ്റീവ് ആയിരിക്കണം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ശേഷം പ്രിൻ്റ് കോപ്പി സേവ് ചെയ്യണം. ഇവ ചെറിയ കാര്യങ്ങളാണെങ്കിലും സ്കോളർഷിപ്പ് അപ്രൂവൽ ലഭിക്കാൻ വളരെ പ്രധാനമാണ്. കോമൺ മിസ്റ്റേക്സ്. പല വിദ്യാർത്ഥികളും ചെയ്യുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റോങ് ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകുക. ഇൻകം സർട്ടിഫിക്കറ്റ് എക്സ്പയറി കഴിഞ്ഞത് അപ്ലോഡ് ചെയ്യുക. ഡോക്യുമെൻറ്റ്സ് ബ്ലർ ആയി അപ്ലോഡ് ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യുക. ഈ മിസ്റ്റേക്സ് ഒഴിവായാൽ സ്കോളർഷിപ്പ് കിട്ടുവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന പ്രധാന സ്കോളർഷിപ്പുകൾ എന്തെല്ലാമെന്ന് അറിഞ്ഞുവല്ലോ. നിങ്ങൾ ഡിഗ്രി, എഞ്ചിനീയറിംഗ്, പോളിടെക്നിക്, നഴ്സിംഗ്, സയൻസ് ഏത് കോഴ്സ് പഠിച്ചാലും സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ട്സിന്
ഷെയർ ചെയ്യൂ. കൂടുതൽ സ്കോളർഷിപ്പ് അപ്ഡേറ്റ്സ്, കേരള PSC അപ്ഡേറ്റ്സ്, ഗവൺമെൻറ് ജോബ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.